ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ നല്ല കോട്ടൺ ഫാബ്രിക്സ് ആണ് കാണിക്കുന്നത്. എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത്. നല്ല വിട്ട് കൂടിയ ഫാബ്രിക്സ് ആണ്. ഏകദേശം 54-56 വിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ്. അതുകൊണ്ട് നമുക്ക് നോർമലി എടുക്കുന്ന അത്രയൊന്നും ഈ ഫാബ്രിക്സ് എടുക്കണ്ട. ഒരു 2 മീറ്റേഴ്സ് ഒക്കെ മതി ഒരു നോർമൽ ആയിട്ടുള്ള സ്ലിറ്റർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ, അതുപോലെ എലൈൻ ഫ്രോക്കിനൊക്കെ കേട്ടോ. അപ്പം നല്ല പ്രിന്റ് ആയിട്ടുള്ള കുറേ കോട്ടൺ മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റിയിലുള്ള കോട്ടൺ ഫാബ്രിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ചെറിയ ഫ്ലവർ പ്രിന്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. കുഞ്ഞു ഫ്ലവർ പ്രിന്റ് ആണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചെറിയ പ്രിന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേരുണ്ട്. നമ്മൾ വലിയ പ്രിന്റ്സ് ഒക്കെ കാണിക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇതിന്റെ ചെറിയ പ്രിന്റ്സ് ഉണ്ടോ എന്ന്. അപ്പൊ ആ ഒരു മോഡലിലുള്ളതാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ ഫ്ലവർ ആൻഡ് ലീഫ് ആണ് ഇതിൽ പോയിരിക്കുന്നത്. ഫുള്ള് 54-56 ആണ് ഈ ഫാബ്രിക്കിന്റെ വിട്ട് വരുന്നത്. സോ നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു ടോപ്പൊക്കെ തയ്ക്കാൻ 2 മീറ്റർ മതി കേട്ടോ. ഇങ്ങനെ താഴോട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ വരുന്ന രീതി ചെയ്യാം. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്സ് ആണ് കേട്ടോ ഇത്. അടുത്ത നല്ലൊരു കളറാണ് കേട്ടോ. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. അതിൽ റെഡ് ആണ് പ്രിന്റ് പോയിരിക്കുന്നത് കേട്ടോ. ഒരു ഫ്ലവർ പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നല്ല വിട്ടുകൂടിയ കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്ക് ഇതും ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാബ്രിക് ആണ്. ഈ ഒരു ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, പിങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ബേസ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അതിൽ റെഡ് പ്രിന്റും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് കോട്ട് സെറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് കോട്ട് സെറ്റ് ആയിട്ട് ഒരു 3 മീറ്റർ 3.5 മീറ്റർ അല്ലെങ്കിൽ ഒരു 4 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കോട്ട് സെറ്റ് സെറ്റ് ചെയ്യാം. ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആയിട്ട് കേട്ടോ. നെക്സ്റ്റ് വൺ നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡ്, ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന വിട്ടുകൂടിയ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതിന്റെ പ്രത്യേകത നമ്മുടെ താഴത്തെ പോർഷനിലാണ് നല്ല ഹെവി ആയിട്ട് നല്ല വലിയ ഫ്ലവർ പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ. മുകളിലോട്ട് വരുന്നതോറും ഇത് പ്ലെയിൻ ഫാബ്രിക് ആയിട്ടാണ് വരുന്നത്. നല്ല ഒരു ഷെയ്ഡാണ്, ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ്. ഇത് നമ്മൾ ഒന്ന് കൊണ്ടുവന്നാണ്, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുന്നുണ്ട്. ഈ ഫാബ്രിക് ഒത്തിരി നമുക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്നതാണ്. നമുക്കിത് കോട്ട് സെറ്റ് ആയിട്ടും അതുപോലെ ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ്. അടിവശത്ത് മാത്രമേ ഇങ്ങനെ വർക്ക് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. വിഡ്ത്ത് വരുന്ന 54-56. അടുത്ത നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ്. എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതിന്റെ ബേസ് ഷെയ്ഡ് വരുന്നത്. അതിൽ വൈറ്റ് ഫ്ലവറിന്റെ പ്രിന്റ് ആണ് ഫുള്ള് പോയിരിക്കുന്നത്. ലീഫിന്റെ അതുപോലെ ഫ്ലവറിന്റെ പ്രിന്റ്, ലീഫ് ഡിസൈൻ ആണ് മെയിൻ ആയിട്ട് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. നമുക്കിത് ഫ്രോക്ക് ആയിട്ട് ഒരു ഏലൈൻ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. 56 വിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് 2 മീറ്റേഴ്സ് എടുത്താൽ മതി നമുക്ക് ഈ ഒരു ഫ്രോക്ക് ഏലൈൻ ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഇച്ചിരി വണ്ണമുള്ളവർക്കൊക്കെ 2.5 മീറ്റർ മതിയാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. നല്ല കളർ കോംബോയും ആണ്. വൈറ്റ് ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതിന് നമുക്കൊരു കോട്ടൺ ലൈനിങ് കൊടുത്താലും മതി കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 56 ആണ് വിട്ട് വരുന്നത്. അടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നല്ല കളർ കോംബോയാണ് വന്നിരിക്കുന്നത്. ബേസ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് ആണ് കേട്ടോ. അതില് ഒരു മജന്തയും അതുപോലെ ഗ്രീൻ കോംബോയും കൂടെ ആണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പ്രിന്റ് ആണ്. ഫ്ലവർ അതുപോലെ ലീഫ് പ്രിന്റും ആണ് കേട്ടോ പോയിരിക്കുന്നത്. ഇത് നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ കോട്ട് സെറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം, ഫ്രോക്ക് ആയിട്ടും സ്ലിറ്റ് ടോപ്പ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. അതുപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് ആയിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ല കോട്ടൺ മെറ്റീരിയൽ വെച്ച് നല്ല സ്റ്റൈലിഷ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഇതും. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ വിട്ട് വരുന്ന നല്ല വിട്ടുള്ള ഫാബ്രിക് ആണ് ഇതെല്ലാം. ഇന്ന് കാണിക്കുന്നതെല്ലാം നല്ല വിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. 54-56 വിട്ട് വരുന്നതാണ്. സോ നമുക്ക് കുറച്ച് ഫാബ്രിക്സ് ഇതിന്റെ എടുത്താൽ മതി നമുക്ക് നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ. അപ്പം നല്ല ഒരു പീച്ച് ഷെയ്ഡ്. അടുത്തത് നല്ല ഒരു വൈറ്റ് വരുന്ന, വൈറ്റ് ആണ് ബേസ് ഷെയ്ഡ് വരുന്നത്. ഇതുകൊണ്ട് ഈ ഫാബ്രിക്കിന്റെ ഒക്കെ ക്വാളിറ്റി നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് കളർ പോകുന്നു അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഈ ഒരു ഫാബ്രിക്കിനൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ചെറിയൊരു സ്ട്രൈപ്പ് പോലെ വരുന്നുണ്ട്. അതിലിങ്ങനെ ചെറിയ ഫ്ലവറിന്റെയും ലീഫിന്റെ ഒക്കെ പ്രിന്റ്സ് ആണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതും കാണാനേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് നമുക്ക് ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന നല്ല ഒരു അതുപോലെ കോട്ട് സെറ്റ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം. 220 മാത്രമേ ഉള്ളൂ. ഫാബ്രിക്കിന്റെ പ്രൈസ് വരുന്നത്. വിട്ട് വരുന്ന 56 ആണ്. നല്ല ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോംബോ ആണ്. ലൈറ്റ് ബ്ലൂ ഉണ്ട്, അതുപോലെ ഡാർക്ക് നേവി ബ്ലൂ കോംബോയും ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇതെല്ലാവേ.
അടുത്ത് നല്ല ഒരു കോട്ടൺ റയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതുണ്ട്, നമുക്കിത് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ട്രാൻസ്പെറന്റ് ഒന്നും അല്ല, നമുക്ക് നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. അത്ര ഫ്ലോയി അല്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. നല്ല കോട്ടൺ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നേവി ബ്ലൂ ആണ്, ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. ബേസ് അതിൽ ചെറിയ വൈറ്റ് പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് നമുക്ക് കോട്ട് സെറ്റ് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ് വെക്കണം എന്ന് നിർബന്ധം ഒന്നുമില്ല, കാരണം അത്യാവശ്യം തിക്നെസ് ഉണ്ട്. നമുക്കത് ഒത്തിരി ട്രാൻസ്പെറന്റ് അല്ല ഈ ഒരു ഫാബ്രിക്. നല്ല ഫ്ലോയി ആയിട്ട് നല്ല സുഖമായിട്ട് തയ്ച്ചിട്ടാ കിടന്നോളൂ. അപ്പൊ ഇതും ഫ്രോക്കായിട്ടും ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. നെക്സ്റ്റ് വൺ നല്ല ഒരു വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. നല്ല ഒരു മൾട്ടി കളേഴ്സ് ആണ് ഇതിൽ പ്രിന്റ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ് ഇതും വരുന്നത്. ഇത് നമുക്ക് ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് നമുക്കൊരു കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. അടുത്ത ബ്ലൂ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ. ജയ്പൂർ കോട്ടൺ ആണ് ഇതെല്ലാം വരുന്നത്. നല്ല ഒരു ഫ്ലവർ പ്രിന്റ് ആണ് ഫുള്ള് പോയിരിക്കുന്നത്. ഇന്നെല്ലാം കൂടുതലും കാണിക്കുന്ന ആ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഫ്ലവർ പ്രിന്റ്സ്, ലീഫ് പ്രിന്റ്സ് ഒക്കെയാണ്. ചെറിയ ചെറിയ പ്രിന്റ്സ് ഉണ്ട്, അതുപോലെ വലിയ പ്രിന്റ്സിന്റെ ഉണ്ട് കേട്ടോ. നല്ല ബ്ലൂ ഒരു ഷെയ്ഡാണ് ബേസ് ആയിട്ട് വരുന്നത്. വിട്ട് കൂടിയ 56 വിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ്. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അടുത്ത കോട്ടൺ ഫാബ്രിക് നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. ബേസ് ഷെയ്ഡ് വരുന്ന വൈറ്റ് ആണ്, അതില് ഒരു ഡാർക്ക് ബ്ലൂ ആൻഡ് അതുപോലെ ബ്ലാക്ക് കോംബോയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഫാബ്രിക് കാണുമ്പോൾ അത്ര അറിയത്തില്ല, പക്ഷെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണ് കേട്ടോ അതിന്റെയൊക്കെ ഭംഗി അറിയാൻ പറ്റുന്നത്. ഫ്രോക്ക് മോഡലോ സ്ലിറ്റർ ടോപ്പ് ആയിട്ടൊക്കെ ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കോട്ടൺസ് ആണ് ഇന്ന് കൂടുതലും കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഫ്രോക്കായിട്ട് എലൈൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമുക്ക് എലൈൻ ഫ്രോക്ക് ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം. 220 മാത്രമേ ഉള്ളൂ. അപ്പൊ 2 മീറ്റർ എടുത്താൽ മതി. 440 ഒക്കെ ഏകദേശം വരുന്നുള്ളൂ. അപ്പൊ നല്ല ഒരു കുർത്തിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. അടുത്തത് നല്ല ഒരു പ്രിന്റ് ആണ് കേട്ടോ പോയിരിക്കുന്നത്. നമുക്ക് നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ. ലൈൻസ് അതുപോലെ ഡയമണ്ട് ഷേപ്പിലൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രിന്റ് പോയിരിക്കുന്നത് നല്ല ഒരു ബ്ലൂ ആണ് കേട്ടോ. നമ്മൾ അങ്ങനെ റെയർ ആയിട്ട് കാണുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. 220 മാത്രമേ ഉള്ളൂ ഇതിന്റെയൊക്കെ പെർ മീറ്റർ. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതും എല്ലാം. നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ. ഇതിന്റെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ലൈൻസ് താഴോട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പൊ 2.5 മീറ്റേഴ്സ് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഈ ലൈൻസ് താഴോട്ട് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇത് വിത്ത് വൈസിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പം ഇങ്ങനെ വിത്ത് വൈസ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതൊരു 2 മീറ്റേഴ്സ് മതി. ലെങ്ത് വൈസിൽ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 2.5 മീറ്റേഴ്സ് സ്ലിറ്റർ ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണം. അല്ലെങ്കിൽ 3 മീറ്റേഴ്സ് എടുത്ത് ഏലൈന. പക്ഷെ ഇത് 2 പേർക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഈ ഫാബ്രിക് അത്ര എടുത്തു കഴിയുമ്പോൾ. കാരണം ഒരു മീഡിയം സൈസ് ഉള്ള ഒരു ഇതിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിൽ മുകളിലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറച്ച് കൂട്ടി എടുത്താൽ മതി. നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് എടുക്കാൻ പറ്റും. സ്ലിറ്റ് കുർത്തിയായിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. അടുത്തത് നല്ലൊരു മെറൂണിഷ് റെഡ് ആണ് കളർ വരുന്ന ബേസ് കേട്ടോ. നല്ലൊരു കളർ കോംബോയാണ്. അതിലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോംബോ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് കേട്ടോ. നല്ല വിട്ട് കൂടിയ കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത്. നല്ല ബേസ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് മെറൂണിഷ് റെഡ് ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ മെറൂണിഷ് റെഡ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. 220 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. വിട്ട് വരുന്നത് 54 ആണ് കേട്ടോ. അപ്പോൾ ഈ ഫാബ്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് നോക്കി അവൈലബിലിറ്റി പറയുന്നതായിരിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.